അങ്ങനെ ചാമ്പ്യൻസ് ലീഗിന്റെ ആദ്യപാദ സെമി ഫൈനൽ മത്സരങ്ങൾ തുടക്കമായിരിക്കുകയാണ്. ആദ്യ സെമിയിൽ ബയേൺ മ്യൂണിക്കും PSG തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ 5-4 PSG ബയേൺ മ്യൂണിക്കിനെ തോൽപ്പിച്ചിരിക്കുന്നു. തികച്ചും എന്റർടൈനിംഗ് ആയൊരു മത്സരം തുടക്കം മുതൽ അവസാനം വരെ. മത്സരത്തിന് ശേഷം PSG മാനേജർ ലൂയിസ് എൻറിക്കെ പറഞ്ഞത് അദ്ദേഹത്തിന്റെ കരിയറിൽ തന്നെ, കോച്ചിംഗ് കരിയറിൽ തന്നെ ആദ്യത്തെ അനുഭവമാണെന്നാണ്. ഇങ്ങനെയൊരു മത്സരം അദ്ദേഹത്തിന് ഇതിനു മുമ്പ് നേരിടേണ്ടി വന്നിട്ടില്ല, അതും സ്വന്തം കാണികൾക്ക് മുന്നിൽ, സ്വന്തം ഗ്രൗണ്ടിൽ. മനോഹരമായി കളിച്ച PSG മനോഹരമായി കളിച്ച ബയേൺ ആരാധകരെ ആവേശത്തിലാക്കി. ചാമ്പ്യൻസ് ലീഗിൽ ഇത്രയേറെ ത്രില്ലിംഗ് ആയ മത്സരം ഇതിനു മുന്നേ ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല. സെമി ഫൈനലിൽ 9 ഗോളുകളെന്ന റെക്കോർഡും ഈ മത്സരത്തിൽ സ്വന്തമായി. ശരിക്കും ഇതൊരു ഫൈനലിൽ നടക്കേണ്ട മത്സരമായിരുന്നു. അത്രയും മനോഹരമായ മത്സരം. PSG ഈ സീസണിലെ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ 4ാം തവണയാണ് 5 അതിൽ കൂടുതൽ ഗോളുകളോ നേടി വിജയിക്കുന്നത്. നിഷ്പക്ഷമായി മത്സരം കാണുന്നവർക്ക് തുടക്കം മുതൽ തന്നെ ഒരു എന്റർടൈൻമെന്റ് ആയിരുന്നു ഈ മത്സരം. 17ാം മിനിറ്റിൽ പെനാൽറ്റിയിലൂടെ ഗോൾ നേടി ഹാരി കെയ്ൻ ബയേണിനെ മുന്നിലെത്തിച്ചപ്പോൾ PSG ആരാധകർ ഒന്നടങ്കം നിരാശയിലായി. കാരണം സ്വന്തം ഗ്രൗണ്ടിൽ, സ്വന്തം കാണികൾക്ക് മുന്നിൽ ഒരു തോൽവി അത് താങ്ങാവുന്നതിനും അപ്പുറമാണ്. 17ാം മിനിറ്റിൽ പെനാൽറ്റിയിലൂടെ ഗോൾ നേടി ടീമിനെ മുന്നിലെത്തിച്ചെങ്കിലും അതിന് വെറും 7 മിനിറ്റിന്റെ ആയുസ്സുണ്ടായിരുന്നു. 41ാം മിനിറ്റിൽ ക്വരസ്കേലിയ PSG ഗോൾ നേടി ഒപ്പമെത്തിച്ചു. പക്ഷേ 31ാം മിനിറ്റിൽ ബയേണിനെ ഞെട്ടിച്ചുകൊണ്ട് ജാവോ നവാസ് ഒരു ഹെഡർ ഗോൾ നേടി. പക്ഷേ അതിനുമധികം ആയുസ്സുണ്ടായിരുന്നില്ല. 41ാം മിനിറ്റിൽ മൈക്കൽ ഒലീസെ വീണ്ടും തിരിച്ചടിച്ച് ബയേണിനെ ഒപ്പത്തിനൊപ്പമെത്തിച്ചു. സ്കോർ 2-2. പക്ഷേ 3 മിനിറ്റിനുള്ളിൽ 45ാം മിനിറ്റിൽ ഡംബലെ PSG വീണ്ടും മുന്നിലെത്തിച്ചു. സ്കോർ 3-2. ആദ്യ പകുതി അവസാനിക്കുമ്പോൾ PSG ബയേണിനെ 3-2 ഇട്ട് നിൽക്കുകയായിരുന്നു. അങ്ങനെ രണ്ടാം പകുതി തുടങ്ങി 55ാം മിനിറ്റിൽ വീണ്ടും ക്വരസ്കേയിലൂടെ PSG വീണ്ടും ലീഡ് നേടി. മനോഹരമായൊരു ഗോൾ. ഈ ഗോൾ പക്ഷേ എടുത്തു പറയേണ്ട ഒന്നാണ്. കാരണം PSG ഡിഫൻസിനെ മൊത്തം നശിപ്പിച്ചൊരു ഗോളായിരുന്നു. ടീം നൽകിയ അസിസ്റ്റ് ആർക്കും തന്നെ കണക്ട് ചെയ്യാനായില്ല. വെറുതെ നിന്ന ക്വരസ്കേലി അത് മനോഹരമായൊരു ഷോട്ടിലൂടെ ഗോളാക്കി മാറ്റി. ടീമിയുടെ അസിസ്റ്റിൽ പ്രതിരോധം മൊത്തം നിലത്ത് വീണു. ചെയ്യണമെന്നറിയാതെ പകച്ചു കടന്നു. ആ സമയത്ത് ക്വരസ്കേലിയ വീണ്ടും സ്കോർ ചെയ്തു. PSG 4-2 മുന്നിലെത്തിച്ചു. 58ാം മിനിറ്റിൽ വീണ്ടും ഡംബലെ PSG ലീഡ് ഉയർത്തി 5-2. ആരാധകരൊക്കെ നിരാശരായിപ്പോയി. സ്വാഭാവികമായും ബയേൺ ആരാധകർ TV ഒക്കെ ഓഫാക്കി കിടന്നുറങ്ങിയിട്ടുണ്ടാവും. കാരണം 5-2 എന്നൊരു സ്കോർ, അതും PSG പോലെ ഒരു ടീമിനെതിരെ, അതും അവരുടെ ഗ്രൗണ്ടിൽ തിരിച്ചടിക്കാനാവുമ്പോൾ ചാമ്പ്യൻസ് ലീഗ് പ്രതീക്ഷകൾ അസ്തമിച്ചു തുടങ്ങിയ സമയം. പക്ഷേ ലൂയിസ് ഡയസും മൈക്കൽ ഒലീസയും പിന്നെ കിമ്മിച്ചും ഒക്കെ മനോഹരമായി കളിച്ചു. അവസാനം അവർ ഗോൾ നേടി. 64ാം മിനിറ്റിൽ ഉമക്കാനയിലൂടെ അവർ ഒരു ഗോൾ കൂടി മടക്കി. അങ്ങനെ സ്കോർ 5-3. വീണ്ടും 3 മിനിറ്റുകൾക്കുള്ളിൽ ഹാരി കെയ്ന്റെ മനോഹരമായ ഒരു പാസ് ലൂയിസ് ഡയസ് വളരെ കൃത്യമായി കൺട്രോൾ ചെയ്ത് PSG പ്രതിരോധത്തെ വെട്ടിച്ചുകൊണ്ടൊരു മനോഹരമായ ഗോൾ. വീണ്ടും സ്കോർ 5-4 എത്തിച്ചു. അങ്ങനെ അവസാന നിമിഷം വരെ ഇരു ടീമുകളും മനോഹരമായി കളിച്ചു, സസ്പെൻസ് നിലനിർത്തി. പക്ഷേ ഈ മത്സരത്തിൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇരു ടീമുകളുടെയും ഡിഫൻസ് ആയിരുന്നു. 5 ഗോളുകൾ കൺസീവ് ചെയ്ത ബയേണും 4 ഗോളുകൾ കൺസീവ് ചെയ്ത PSG അവരുടെ ഡിഫൻസിനെ ഒന്നുകൂടി ഉഷാറാക്കേണ്ടിയിരിക്കുന്നു. അല്ലാതെ ചാമ്പ്യൻസ് ലീഗ് പോലെയുള്ള ഒരു വലിയ ഗെയിമിൽ ഫൈനലെത്തി നിൽക്കുന്ന സമയത്ത് ഡിഫൻസിൽ നിന്നും വരുന്ന ഇത്രയും വലിയ പിഴവുകൾ അതിന് വലിയ വില കൊടുക്കേണ്ടി വരും. എന്തായാലും രണ്ടാം പാദ മത്സരം ജർമ്മനിയിൽ ബയേൺ മ്യൂണിക്കിന്റെ ഗ്രൗണ്ടിൽ നടക്കുമ്പോൾ നമുക്ക് കാത്തിരുന്ന് കാണാം. PSG വന്ന് ബയേൺ ഇങ്ങനെ കളിക്കുമ്പോൾ ജർമ്മനിയിൽ അവർ എങ്ങനെയായിരിക്കും?